നല്ലപോലെ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഇതല്ലേ നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്കും പറഞ്ഞു തന്നെ? എന്നോ ഒന്നും ശരിയാവാൻ പോകുന്നില്ല. 10th 95%, 12th 90%, അതിനുശേഷം ബിടെക് ഗ്രാജുവേഷൻ, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, ലൈഫ് വാസ് സെറ്റ്. അല്ലെങ്കിൽ ഇവർ പറഞ്ഞ അഡ്വൈസ് വെച്ചായിരുന്നെങ്കിൽ എനിക്കിനി തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ലൈഫ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ആൻഡ് ഐ വിൽ ടെൽ യു വൈ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഐ വാസ് നോട്ട് ഫീലിംഗ് ഹാപ്പി. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ് ഐ വാസ് നോട്ട് ഫീലിംഗ് സാഡ്. സന്തോഷമല്ല, വിഷമമല്ല, ഒരു തരം കൺഫ്യൂഷൻ. ലൈക്ക് ഇന്നും എണ്ണീറ്റ് പോകണമല്ലോ എന്നുള്ളൊരു തോട്ട്. ആൻഡ് ദിസ് ഇസ് വെയർ ദ ഇഷ്യൂ കംസ്. ഇവർ പറഞ്ഞ അഡ്വൈസ് വെച്ചായിരുന്നെങ്കിൽ ദിസ് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻ ടു മീ. ആൻഡ് ഐ പ്രിറ്റി ഷുവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് 1% ആൾക്കാരെങ്കിലും കാണും ഹു ഷെയർ ദ സെയിം ഫീലിങ്സ്. ആൻഡ് ഇതെന്തുകൊണ്ടാണെന്നുള്ളത് ഐ എക്സ്പ്ലെയിൻ ഇൻ ദിസ് വീഡിയോ. സി, ഇതിപ്പോൾ ആര് കേട്ടാലും ഒന്ന് ആലോചിക്കും, ഇതിൽ കൂടുതൽ എന്ത് വേണം? നല്ലപോലെ പഠിച്ചു, നല്ലൊരു ജോലി മേടിച്ചു, നല്ല പൈസ കിട്ടുന്നുണ്ട്, ജീവിതം സെറ്റല്ലേ, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ എന്ന് കുറേ പേര് ചോദിക്കും. ആൻഡ് ദാറ്റ്സ് ട്രൂ. സി, പേരൻസ് ഹാപ്പിയാണ്, റിലേറ്റീവ്സ് എല്ലാവരും അങ്ങോട്ട് മോൻ നല്ല ജോലി കിട്ടി. ആൻഡ് സൊസൈറ്റി ആസ് എ ഹോൾ വിൽ ഗിവ് യു എ ബിഗ് ടിക്ക് മാർക്ക്. പക്ഷേ the thing that they forget and the thing that you forget is, are you happy? See, നമ്മളിടയ്ക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നല്ലപോലെ പഠിക്കുക, നല്ല പഠിത്തം ഉണ്ടെങ്കിൽ നല്ല ജോലി മേടിച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണെന്നല്ലേ പറയുന്നത്. പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റാർട്ടാണ്. നമുക്കൊരു ജോലി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും, ആൻഡ് ദാറ്റ്സ് ഓബിയസ്. പക്ഷേ എഡ്യൂക്കേഷൻ മാത്രമല്ല എല്ലാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വെറും ഒരു സ്റ്റാർട്ട് മാത്രമാണ് തരുന്നത്. ഇറ്റ് ഡസൻറ്റ് ഗിവ് യു ദ ഡയറക്ഷൻ ഇൻ വിച്ച് യു വോണ്ട് ടു മൂവ്. അല്ലെങ്കിൽ നമ്മൾ ഇനി ജോലി കിട്ടി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ കിട്ടിയ ജോലി നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിന് ശേഷം എന്ത് ചെയ്യണം, ഇതൊന്നും നമ്മളെ ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നില്ല. ആൻഡ് വെൻ ഐ തോട്ട് ദിസ് വാസ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ, ഇതിലും വലിയൊരു റീസൺ ഉണ്ട്. സി, പ്രശ്നം മാർക്സ് അല്ല, പ്രശ്നം ഡിഗ്രി അല്ല. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എഡ്യൂക്കേഷനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. ആൻഡ് ഇഫ് യു ആർ സമ്മൺ ഹൂസ് മേ ബി അറ്റ് ദ ഏജ് ഓഫ് 18, ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ, നമ്മുടെ ഒരു ലോവർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഒരു ഡിഗ്രി അതിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇഫ് യു ആർ ജസ്റ്റ് റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല മാർക്ക് മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് സെറ്റായെന്ന് വിചാരിക്കരുത്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫാർ ഫ്രം ദ റിയാലിറ്റി. ആൻഡ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഫ്രം ദ എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹാവ്, ഇന്നത്തെ കാലത്ത് എനിക്ക് പറയാനുള്ളത്, എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് നല്ലൊരു സ്റ്റാർട്ട് കിട്ടും. അല്ലെ, എഡ്യൂക്കേഷൻ നല്ലൊരു ലംബോർഗിനി പോലെയാണ്. അതായത് നമുക്ക് അതിനകത്ത് കയറി എവിടെയും പോകും. പക്ഷെ നമ്മളൊരു ഗൂഗിൾ മാപ്പ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ചുമ്മാ കിടന്ന് വട്ടം കറങ്ങത്തേ ഉള്ളൂ, നമുക്കൊരു ഐഡിയ ഇല്ലാതെ നമ്മൾ പോകത്തേ ഉള്ളൂ. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ദ ഡയറക്ഷൻ. അതായത് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ഇതിന് ശേഷം എന്ത്, അതായത് നിങ്ങൾ സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നിങ്ങളുടെ സ്കിൽസ് എങ്ങനെ ലെവറേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നമ്മളെ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നില്ല. ആൻഡ് വൺ ഓഫ് ദ മെയിൻ തിങ്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ഡസൻറ്റ് ടീച്ച് യു ഈസ് ഫിനാൻഷ്യൽ ലിറ്ററസി. നമ്മൾ ഉണ്ടാക്കുന്ന പൈസ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഇന്നുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മളെ പ്രോപ്പർലി അത് നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ സ്വയമേ പഠിക്കേണ്ടതാണ്. ഇതൊന്നും പഠിക്കാതെ ഞാൻ ജസ്റ്റ് എൻ്റെ ഡിഗ്രി കിട്ടി, ഇനി എനിക്ക് എന്താ പറയുന്നത്, എൻ്റെ ലൈഫ് സെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഡിങ്ങിങ് യുവർ സെൽഫ് എ ഡീപ്പ് ഹോൾ. അതായത് യു ആർ സെറ്റിംഗ് അപ്പ് യുവർ സെൽഫ് ഫോർ ഫെയിലിയർ എന്ന് ഞാൻ പറയത്തുള്ളൂ, ഫ്രം വാട്ട് ഐ ഹവ് എക്സ്പീരിയൻസ്ഡ്. ആൻഡ് ഇത് ഞാൻ വേറൊരാളിൽ നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തല്ല, ഐ ഹവ് എക്സ്പീരിയൻസ്ഡ് ദിസ് മൈ സെൽഫ്. ആൻഡ് ഇഫ് യു ആർ ഇൻ ദാറ്റ് ഏജ് ബ്രാക്കറ്റ് ഓഫ് മേ ബി 18 to 24, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എഡ്യൂക്കേഷനായിട്ട് ട്രീറ്റ് ചെയ്യുക. എഡ്യൂക്കേഷനാണ് എല്ലാമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. ആ അഡ്വൈസ് നിങ്ങളോട് ആര് പറഞ്ഞാലും അവരോട് നേരെ തിരിച്ച് പറയേണ്ട ആവശ്യമില്ല, അതൊരു ബാഡ് അഡ്വൈസ് ആണ്, അല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് അഡ്വൈസ് ആണ്. ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇത് ചെയ്യുക. ഓക്കെ, പറഞ്ഞതിൻ്റെ കാര്യമുണ്ട്, പക്ഷെ ആ പറഞ്ഞത് മാത്രം ആണ് എല്ലാം എന്നൊരിക്കലും വിശ്വസിക്കാതിരിക്കുക. ആൻഡ് ടു ദോസ് പീപ്പിൾ ഹു ആർ ഔട്ട് ദെയർ, ഇങ്ങനെ ലൈഫിൽ എപ്പോഴെങ്കിലും സ്റ്റക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ്.